നമസ്കാരം, ET മലയാളത്തിലേക്ക് സ്വാഗതം. പണ്ടുകാലത്ത് പണക്കാർക്ക് മാത്രം ഉണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിലെ വഴിയോര കച്ചവടക്കാർക്കും സ്വന്തമായി ക്രെഡിറ്റ് കാർഡ് വരികയാണ്. കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പദ്ധതിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും സാധാരണക്കാർക്ക് ഇത് എങ്ങനെയൊക്കെ ഗുണകരമാകുമെന്നും വിശദമായി സംസാരിക്കുകയുണ്ടായി. PM സ്വനിധി ക്രെഡിറ്റ് കാർഡ് എന്നാണ് ഇതിന്റെ പേര്. എന്താണ് ഈ ക്രെഡിറ്റ് കാർഡ് എന്നും ആർക്കൊക്കെയാണ് ഇത് കിട്ടുകയെന്നും ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് ഇന്ന് വിശദമായി നോക്കാം. സാധാരണക്കാർക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ അതിന്റെ എല്ലാ കാര്യങ്ങളും ഇന്ന് ഞാൻ സംസാരിക്കും. എന്താണ് ഈ PM സ്വനിധി ക്രെഡിറ്റ് കാർഡ് എന്ന് ആദ്യം നോക്കാം. കൊറോണ കാലത്ത് വഴിയോര കച്ചവടക്കാരെ സഹായിക്കാൻ തുടങ്ങിയ പദ്ധതിയാണ് PM സ്വനിധി. ഇതുവരെ ഇതിലൂടെ ലോണുകൾ മാത്രമാണ് കിട്ടിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ലോണിന് പുറമെ കച്ചവടക്കാർക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് കൂടി കേന്ദ്ര സർക്കാർ നൽകുകയാണ്. ഇത് പ്രവർത്തിക്കുന്നത് നമ്മുടെ നാട്ടിലെ UPI സംവിധാനം വഴിയാണ്. അതായത് ഫോൺ പേയോ ഗൂഗിൾ പേയോ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഈ കാർഡ് ഉപയോഗിച്ച് കടകളിൽ പണം അടയ്ക്കാം. ഇനി ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഏറ്റവും വലിയ പ്രത്യേകത ഇത് പലിശയില്ലാത്ത കാർഡാണ് എന്നതാണ്. സാധാരണ ക്രെഡിറ്റ് കാർഡുകൾക്ക് വലിയ പലിശ നൽകാറുണ്ട്, എന്നാൽ ഇതിന് പലിശയില്ല. കച്ചവടക്കാർക്ക് സാധനങ്ങൾ വാങ്ങാൻ പണം കയ്യിലില്ലാത്തപ്പോൾ ഈ കാർഡ് ഉപയോഗിക്കാം. തുടക്കത്തിൽ 10,000 രൂപ വരെയാണ് ഇതിന്റെ പരിധി. നമ്മൾ പണം കൃത്യമായി തിരിച്ചടയ്ക്കുകയാണെങ്കിൽ ഇത് 30,000 രൂപ വരെയായി വർദ്ധിപ്പിക്കുകയും ചെയ്യും. 5 വർഷത്തേക്കാണ് ഈ കാർഡിന്റെ കാലാവധി. മറ്റൊരു പ്രധാന കാര്യം വട്ടിപ്പലിശക്കാരുടെ ചൂഷണത്തിൽ നിന്ന് നമ്മുടെ നാട്ടിലെ ചെറിയ കച്ചവടക്കാരെ രക്ഷിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. കൂടാതെ ഡിജിറ്റൽ ഇടപാടുകൾ നടത്തുമ്പോൾ സർക്കാരിൽ നിന്ന് ക്യാഷ് ബാക്ക് ഓഫറുകളും ലഭിക്കും. വർഷത്തിൽ 1,200 രൂപ വരെ ഇത്തരത്തിൽ കച്ചവടക്കാർക്ക് ലാഭിക്കാൻ സാധിക്കും. കൃത്യമായി ഡിജിറ്റൽ ഇടപാടുകൾ നടത്തുന്നതിലൂടെ ഇവർക്ക് ഭാവിയിൽ വലിയ ലോണുകൾ എടുക്കാൻ സഹായകമായ ഒരു ക്രെഡിറ്റ് ഹിസ്റ്ററിയും ഉണ്ടാവുന്നു. ആർക്കൊക്കെയാണ് ഈ ക്രെഡിറ്റ് കാർഡ് ലഭിക്കുക എന്ന് നോക്കാം. നിലവിൽ PM സ്വനിധി പദ്ധതി വഴി 2ാം ഘട്ട ലോൺ എടുത്ത് അത് കൃത്യമായി തിരിച്ചടച്ചവർക്കും 3ാം ഘട്ട ലോണിന് അർഹതയുള്ളവർക്കും ഈ കാർഡ് ലഭിക്കും. നഗരസഭകളിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ വഴിയോര കച്ചവടക്കാർക്കും ഇതിന്റെ ഭാഗമാകാം. കേരളത്തിൽ മാത്രം ആയിരക്കണക്കിന് കച്ചവടക്കാർക്ക് ഈ കാർഡുകൾ വരും ദിവസങ്ങളിൽ വിതരണം ചെയ്തു തുടങ്ങും. ഇതിനായി എങ്ങനെ അപേക്ഷിക്കാമെന്ന് ചോദിച്ചാൽ PM സ്വനിധി വെബ്സൈറ്റ് വഴിയോ നേരിട്ടോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അപേക്ഷിക്കാം. നിങ്ങളുടെ ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, കച്ചവടം ചെയ്യുന്നതിന്റെ തിരിച്ചറിയൽ കാർഡ് എന്നിവയാണ് പ്രധാനമായും വേണ്ടത്. ബാങ്കുകൾ വഴിയാണ് ഈ കാർഡുകൾ വിതരണം ചെയ്യുന്നത്. ഒരു വലിയ സെക്യൂരിറ്റിയോ മറ്റു നൂലാമാലകളോ ഇല്ലാതെ തന്നെ സാധാരണക്കാർക്ക് ഇത് കിട്ടും എന്നതാണ് ഈ കാർഡിന്റെ പ്രത്യേകത. ചുരുക്കത്തിൽ പറഞ്ഞാൽ സാധാരണക്കാരായ കച്ചവടക്കാരെ സാമ്പത്തികമായി ശാക്തീകരിക്കാനുള്ള ഒരു വലിയ നീക്കമാണിത്. വൻകിടക്കാർക്കും മാത്രം ലഭിച്ചിരുന്ന സൗകര്യങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുകയാണ് ഇതിലൂടെ സർക്കാർ ചെയ്യുന്നത്. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ഔദ്യോഗിക രേഖകൾ പരിശോധിക്കുകയോ സാമ്പത്തിക വിദഗ്ധരുമായി ചർച്ച ചെയ്യുകയോ ചെയ്യുക. നന്ദി.